അതിൽ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങും പോസ്റ്റർ ഡിസൈനിങ്ങിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷേപ്സ് ടൂൾ എന്നുള്ളത്. അപ്പോൾ ആ ഷേപ്പ് ടൂളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഷേപ്പ് ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷേപ്പ് ടൂൾ. അപ്പോൾ ഞാൻ ഷേപ്പ് ടൂൾ എടുക്കുന്നപ്പോൾ റെക്റ്റാങ്കിളാണ് വരക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ 4 ഡോട്ട്സ് കാണാൻ സാധിക്കും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അതിൻ്റെ എഡ്ജ് റൗണ്ട് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ടുള്ള അതിൻ്റെ ഫില്ലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ല് സോളിഡ് കളറുണ്ട്, അതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ പോയിൻ്റ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് അതിൻ്റെ ഓരോ ഓപ്ഷൻസാണ് ഏരിയയിൽ റേഡിയൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കളർ എങ്ങനെ വരണം എന്നുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് പാറ്റേൺ എന്നൊരു ഓപ്ഷൻ. പിന്നെ ഉള്ള സ്ട്രോക്കാണ് അതിൻ്റെ ബോർഡർ. സ്ട്രോക്ക് ഇപ്പോൾ കാണാത്ത അതിൻ്റെ വാല്യൂ കൂടാത്തതുകൊണ്ടാണ് സ്ട്രോക്ക് കാണാത്തത്. സ്ട്രോക്കിൻ്റെ വാല്യൂ കൂട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോക്ക് കാണും. പിന്നെ അതിൻ്റെ ഒരു 3 ഡിസൈനിൻ്റെ സ്ട്രോക്കിൻ്റെ പാറ്റേൺ ആണ് കാണിക്കുന്നത്. നമുക്ക് ഈ എഡ്ജ് തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു മൂല മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്നുകൂടി കർവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ആ ലിങ്ക് അൺലിങ്ക് ചെയ്യുക, എന്നിട്ട് ഏത് മൂലയാണോ നമുക്ക് ഒന്നുകൂടി കർവ് ചെയ്യേണ്ട ആ മൂല ഒന്നുകൂടി കർവ് ചെയ്യാൻ സാധിക്കും. കർവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ ആക്കുന്നതിനൊക്കെ സാധിക്കും. അപ്പോൾ അതിന് അൺലിങ്ക് ചെയ്തിട്ട് അവിടെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. അടുത്തായിട്ടുള്ളത് എലിപ്സ് ടൂളാണ്. എലിപ്സ് ടൂൾ ഇങ്ങനെ വരുന്ന ഷിഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊപ്പോസിഷനിൽ എലിപ്സ് ടൂൾ വരും. പിന്നുള്ളത് ട്രയാങ്കിൾ ടൂളാണ്. എല്ലാ ടൂളായാലും നമ്മൾ കറക്റ്റ് ഷിഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊപ്പോസിഷനിൽ വരുന്നത് കാണുന്നതായിരിക്കും. പിന്നുള്ളത് പോളിഗൺ ടൂളാണ്. അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അടിച്ചെടുക്കും. ഇപ്പോൾ എത്ര സൈഡ് വേണം, 10 സൈഡുകളാണോ 8 സൈഡുള്ള പോളിഗണാണോ വേണ്ടത് എന്നുള്ള അവിടെ അടിച്ചെടുക്കാൻ സാധിക്കും. ഷേപ്പ് ടൂളുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. കമ്പൈൻ ഷേപ്പ്, നമ്മൾ ഷേപ്പ് കമ്പൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് സബ്സ്ട്രാക്റ്റ്. ഇതേപോലെ ഇതൊക്കെയാണ് സബ്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ഓപ്ഷനാണ് ഇൻ്റർസെപ്റ്റർ പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഇതേപോലെ ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷനുണ്ട് എക്സ്ക്ലൂഡ് പറഞ്ഞിട്ട്. ഇതേപോലെ 4 ഓപ്ഷൻസാണുള്ളത്.